ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നീർദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതേ കടലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല വറുത്തരച്ച കടലക്കറിയാണ് റെഡിയാക്കണത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരടുപ്പിൽ ഇതേ നീർദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നീർദോശ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് കറി കൂട്ടി കഴിക്കണേലും നല്ലത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരടുപ്പിലായിട്ട് ചായയും അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ ചുട്ടെടുക്കും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റണ ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ നീർദോശ. അതിനതേ നമ്മുടെ അപ്പം കൂടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അത്ര പഴുത്തിട്ടൊന്നുമില്ല, എങ്കിൽ പോലും ഞാൻ തിന്നാനുള്ളൊരു കൊതി കൊണ്ട് അങ്ങനെ അതേ കുരുകുരാന്ന് മുറിച്ചു. അതേപോലെ മാവും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം പഴുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചേക്കണത്. അപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ രാവിലെ തന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ പഴംപൊരിയും കൂടി റെഡിയാക്കണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ മാവൊക്കെ മുക്കി ഓരോ പീസുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ നിറം ആവണ വരെ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടാണ്. ഇങ്ങനെ ശരിക്കും പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ മൂപ്പിച്ചൊക്കെ എടുത്തായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എന്തായാലും പഴംപൊരി. അപ്പോൾ പഴംപൊരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമുണ്ട് പഴംപൊരി. അപ്പോൾ അതേ നമ്മുടെ അങ്ങനെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ റാസ് ടി വിയുടെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ്സൊന്നുമില്ല, ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ അതേ പാത്തൂന് നീർദോശ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയാണ് അവൾ കഴിക്കണത്. കറിയൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവളങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ കണ്ടില്ലേ. അപ്പം ഞാൻ എല്ലാ ടേബിളിലും ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാം, അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നീർദോശയും കടലക്കറിയും, അപ്പോൾ അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടെ നമ്മുടെ പഴംപൊരിയും നല്ല ചൂട ചായയും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ. അപ്പോൾ നമ്മളങ്ങനെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അതാണ് കണ്ണടയൊക്കെ വെച്ചേക്കണത്. മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമോ വെയിൽ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പെട്രോൾ അടിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരുപാട് പെട്രോൾ പമ്പുകൾ. അങ്ങനെ നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പെട്രോൾ പമ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, നമ്മൾ സ്വയം പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഭാഗത്തൊക്കെ എന്തായാലും ഒരാളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ കുറച്ചങ്ങോട്ട് നീങ്ങിയുള്ള പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുമില്ല കേട്ടോ. നമ്മൾ സ്വന്തം തന്നെയാണ് പെട്രോളൊക്കെ അടിക്കേണ്ടത്. അപ്പോൾ അതേ ഒരു പയ്യനാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാരൻ പയ്യനാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഉണ്ടാവുമല്ലേ ഇന്ത്യക്കാർ. അപ്പോൾ ഇവിടുത്തെ മിക്ക പമ്പുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യക്കാർ തന്നെയാണ് കേട്ടോ കണ്ടേക്കണേ. അങ്ങനെ നമ്മളവിടെ നിന്ന് പെട്രോൾ അടിയൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വേറൊരു റൂട്ടിലേക്കാണ് പോണത്. അതായത് നമ്മൾ ഇതുവരെയും പോകാത്തൊരു ഭാഗത്തേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ നല്ല അടിപൊളി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞ്, അങ്ങനെ അതുകൊണ്ട് നമ്മളങ്ങനെ പോണതാണ്. അതായത് സൈറ്റ് സീയിങ് ആണ് ഉദ്ദേശിക്കുന്നത്, സൈറ്റ് സീയിങ്. അപ്പോൾ നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ കാഴ്ചകളൊക്കെ കാണാം, ആസ്വദിക്കാം. അതിന് ശേഷം ഫുഡൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ്ടല്ലോ. അതൊരു പ്രത്യേക ഒരു ഇന്ന സ്ഥലമൊന്നുമില്ല. അപ്പോൾ അതേ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ മുമ്പ് പലതവണ ന്യൂജേഴ്സിയെ ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ പുകഴ്ത്തണില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ന്യൂജേഴ്സി എന്ന് പറയണത് ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമുണ്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് പ്രത്യേകിച്ച് പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ അവസാനം വരെയും. എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റുകൾ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും
ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതേ ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അതിരപ്പള്ളി റൂട്ട് പോലെയൊക്കെ ഒന്ന് തോന്നുമല്ലേ. രണ്ട് സൈഡും ഇങ്ങനെ കാട് പോലെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷേ ഈ കാടിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നായിട്ട് അങ്ങനെ നല്ല നല്ല വീടുകളാണ്, നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ. ഈ കാടിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ശരിക്കും വീഡിയോയിൽ അത് എടുക്കാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെ കാടിൻ്റെ ഇടയിലായതുകൊണ്ട് ചെറിയ രീതിയിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഞാൻ വ്യക്തമായിട്ടൊന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയാണ് ആ വീടുകളൊക്കെ ഇങ്ങനെ കാടിൻ്റെ ഇടയിൽ ഒറ്റ വീടായിട്ടാണ് കേട്ടോ നിൽക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ മതിൽക്കെട്ടുകൾ നമുക്ക് ചില വീടുകൾക്കൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. മതിലുകളും ഗേറ്റുകളും ഒക്കെ നമുക്ക് മിക്ക വീടുകളിലും കാണാൻ സാധിക്കും. ഈ ഒറ്റ വീടായതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം തന്നെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടോ ഇതിലിട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആവൂലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചാക്കി മാറ്റിയത്. കാരണം ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിലുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഞാൻ പകർത്തിയായിരുന്നു, പക്ഷേ പിന്നെ എല്ലാം അങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീടുകളുണ്ട്. വീടുകളെന്ന് പറഞ്ഞാൽ ഒറ്റ വീടുകളുണ്ട്, പിന്നെ അതുപോലെ കൂട്ടമായിട്ടുള്ള വീടുകളുണ്ട്. എല്ലാം പല ടൈപ്പ് വീടുകളാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. വളരെ ക്യൂട്ടായിട്ടുള്ള വീടുകളാണ്. ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഇത് കണ്ടില്ലേ, ഇവിടെ കാടെന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിപ്പെടുത്തണ കാടൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഒരുപാട് മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞിങ്ങനെ കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിലൊക്കെ ഇത് കണ്ടില്ലേ, പുല്ലൊക്കെ പിടിപ്പിച്ച് വെട്ടിയൊക്കെ നിർത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് മാനുകളെ നമ്മൾ കണ്ടായിരുന്നു. ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള മാനുകളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കണതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. എന്തോ ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോഴത്തേനും പിന്നെ അതൊക്കെ നമ്മൾ ഈ വണ്ടിയിലായതുകൊണ്ട് അത്ര അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. മാനുകളുടെ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേനും ഒന്നുമില്ലെങ്കിൽ മാന ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഓടിപ്പോവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വണ്ടിയിലാവുമ്പോഴേ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുമല്ലോ, അതാട്ടോ സംഭവിക്കാറ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഏതോ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ടൊന്ന് പറയാവേ. നമ്മളിപ്പോൾ വന്നേക്കണത് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വീടിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ, അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വീടുള്ളത്. അപ്പോൾ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഞാനത് വീഡിയോയിൽ എനിക്ക് അത്ര അങ്ങോട്ട് പകർത്താൻ പറ്റിയിട്ടില്ല. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വീടുള്ളത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏത് വീടാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെയൊന്നും അങ്ങനെ എഴുതി വെച്ചതായിട്ട് ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ യാത്ര ചെന്ന് അവസാനിക്കണം നമ്മളിനിയിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ ഒരു നോക്കി വെച്ചിട്ടുണ്ട് മാപ്പിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ബ്രിഡ്ജുകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. കുഞ്ഞ് എന്താ പറയുക, മരത്തിൻ്റെ ബ്രിഡ്ജുകൾ, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിങ്ങനെ തോടുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും ഇങ്ങനെ വണ്ടിയിൽ സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലൊന്നും പകർത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ എറണാകുളം കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പുതിയതായിട്ട് വന്നവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെയും പറഞ്ഞത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വന്നേക്കണത്. അപ്പോൾ 2-3 ഷോപ്പുകളിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഞങ്ങളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ അവിടെ നിർത്തിയേക്കും കേട്ടോ. എന്താ പേര് പബാബ് കൾച്ചർ, അങ്ങനെയാണ് പേര്. എങ്ങനെയാണ് നല്ലതാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാവുള്ളൂ ഫുഡൊക്കെ എങ്ങനത്തേന്ന്.
ഇവിടെ ഒരുപാട് ഈ സ്ട്രീറ്റിൽ വഴിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മൾ വന്ന വഴിയിലൊക്കെ കണ്ടില്ലേ. അപ്പം ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയേക്കുക. നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ, നിങ്ങൾ കണ്ടില്ലേ എല്ലാം. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഫുള്ള് പച്ചപ്പും ഒക്കെ ആയിട്ട്. വിശന്നിട്ട് പോയി. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ കയറാം കേട്ടോ. സാറതേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടെന്ന് തോന്നണം, നിറച്ച് വണ്ടികളൊക്കെ കിടക്കണുണ്ട്. റെസ്റ്റോറൻറ്റ് അകത്തൊക്കെ നല്ല ആളാണ്, തിരക്ക്. ഇനിയിപ്പോൾ സീറ്റൊക്കെ കിട്ടുമെന്ന് ആർക്കറിയാം, അകത്ത് കയറി ചെന്നാലേ അറിയാവുള്ളൂ. എന്തായാലും നമുക്ക് കയറി നോക്കാം അല്ലേ. നമ്മളങ്ങനെ ഇതേ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വന്നേക്കണവരൊക്കെ ഇന്ത്യൻസാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സീറ്റൊക്കെ കിട്ടിയിരുന്നു. നമ്മളങ്ങനെ കുറച്ച് ഡിഷസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ ചിക്കൻ ടിക്ക നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ പറയാതിരിക്കാൻ വയ്യ. നാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാർലിക് നാനായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇത് മാതിരത്തെ ഒരു പാത്രത്തിലാണ് അവർ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ സവാള ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഹൈദരാബാദി ബിരിയാണി പോലെയൊക്കെ ഇരിക്കും. നമ്മുടെ കേരള ബിരിയാണിയുടെ ആ ടേസ്റ്റൊന്നുമല്ല കേട്ടോ, വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ കേരള ബിരിയാണി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാ ഡിഷുകളും അതെ കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്ന കാരണം നമ്മുടെ ഇന്ത്യൻ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ മൂന്നാമത് വേറൊരു ചിക്കൻ്റെ ഡിഷും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡ് ഡേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് അവർ പറഞ്ഞത് അവരുടെ ഈ ഫുഡിനെ കുറിച്ചിട്ടുള്ളൊരു റിവ്യൂ ഗൂഗിളിൽ ഇടണമെങ്കിൽ അവരൊരു ഡിസൈഡ് നമുക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്തല്ലാത്ത ഉപകാരമില്ലേ, നമ്മൾ ഒരു അടിപൊളി റിവ്യൂ ഒക്കെ ഇട്ടു. അപ്പോൾ അതേ നമുക്ക് അങ്ങനെ തന്നതാണ് കേട്ടോ ഒരു മലായി കുൽഫി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ റിവ്യൂ അങ്ങനെ വെറുതെ എഴുതിയതൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ഫുഡുകളെല്ലാം തന്നെ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചു, നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതേ എല്ലാ ഷോപ്പുകളും ഇവിടെ അടച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം രാത്രിയായി, പെട്ടെന്നാണ് കേട്ടോ സമയം പോണത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോണത്. അപ്പോൾ രാത്രി കാഴ്ചകളൊന്നും ഞാൻ ഇനി പ്രത്യേകിച്ച് കാണിക്കണമെന്നില്ല. അതേ ഇത് കണ്ടില്ലേ, ആകെ ഇരുട്ട് കുത്തി നിൽക്കുകയാണ്, വഴിവിളക്ക് പോലും ഇല്ല കേട്ടോ മിക്ക സ്ഥലങ്ങളിലും. അതുമാതിരിത്തെ കാഴ്ചകളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ആകെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. കാഴ്ചകൾ കൂടുതൽ കാണിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.